innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu ashhadu an la ilaha illallah wa ashhadu anna muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu ala ad-din kullihi walau karihal mushrikun. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിവാഹങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം ഒറ്റയായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല. കുടുംബമായി ജീവിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. വിവാഹം കഴിക്കാതെ, ഇണയില്ലാതെ നിങ്ങൾ ജീവിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്, വഖലഖ മിൻഹാ സൗജഹാ, തീർച്ചയായും നിങ്ങളെ നാം ഇണകളായിക്കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരും അതേപോലെ തന്നെ സ്വഹാബത്തും വിവാഹം കഴിച്ച് ഭാര്യ, കുട്ടികൾ, അങ്ങനെ കുടുംബപരമായി ജീവിച്ചവരാണ്. അവരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വിഭാഗം ആളുകൾ വന്നുകൊണ്ട് നബിയുടെ നമസ്കാരം എങ്ങനെയാണ്, അതേപോലെ തന്നെ നബിയുടെ നോമ്പ് എങ്ങനെയാണ് എന്നവർ ചോദിച്ചു. അപ്പൊ കുടുംബക്കാരായ ആളുകൾ പ്രവാചകരുടെ നമസ്കാരത്തെ പറ്റിയും നബിയുടെ നോമ്പിനെ പറ്റിയും അവർക്ക് വിശദീകരിച്ചു നൽകി. ആ വന്ന ആളുകൾ പറയുകയാണ്, അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ ഇത് പോരാ. അവർ തീരുമാനിക്കുകയാണ്, ഇനി എല്ലാ ദിവസവും കുടുംബമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ നമസ്കാരത്തിലായിരിക്കും. വേറൊരാൾ പറഞ്ഞു, ഞാൻ എല്ലാ കുടുംബങ്ങളും
എന്റെ എല്ലാ ബാധ്യതകളെയും ഒഴിവാക്കി എല്ലാ ദിവസവും നോമ്പ് നോൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അന ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്ന ആളാണ്. വ അനാമു, ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുകയും ചെയ്യും. അതേപോലെ തന്നെ അസൂമു, ഞാൻ നോമ്പ് നോൽക്കും. അതസവ്വജു നിസാ, സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ചെയ്യും. അങ്ങനെ കുടുംബപരമായി പരസ്പരം ഇണകളായി ജീവിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ ഇണയായിക്കൊണ്ട് നിങ്ങൾ ജീവിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു പുരുഷന് ബുലൂ എത്തിയാൽ, ബുലൂ എന്ന് പറഞ്ഞാൽ പക്വത എത്തിയാൽ, ഒരു സ്ത്രീയെ പോറ്റാനുള്ള കഴിവ് വന്നെത്തിയാൽ അവൻ വിവാഹം കഴിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. യാ മഅ്ശറ ശബാബി, ഹേ യുവാക്കളായ ആളുകളെ, മനിസ്തതാ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്, നിങ്ങളിൽ ഒരാൾക്ക് ബുലൂ എത്തിയാൽ, പക്വത എത്തിയാൽ, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള താക്കത്ത് നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾ ഉടനെ വിവാഹം കഴിക്കുക എന്നാണ്. കാരണം ഫഇന്നഹു അഅ്ളു ലിൽ ബസർ, അത് നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്താൻ, അതേപോലെ തന്നെ വഅഹ്സനു ലിൽ ഫർജി, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കാൻ അത് കാരണമാകുമെന്ന്. ഫമല്ലം യസ്തതി, അതിന് സാധിക്കാത്ത ആളുകൾ അവർ നോമ്പ് നോൽക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ നമ്മളിൽ ഒരു യുവാവായ ആൾക്ക് അവന് പക്വത എത്തിയാൽ അവൻ വിവാഹം കഴിക്കണം, ഇണയായി ജീവിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വിവാഹ അന്വേഷണം നടന്നാൽ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് വിവാഹ അന്വേഷണം നടന്നാൽ അവർ ദീനിന് പ്രാധാന്യം നൽകണം. ദീനുള്ള ആളുകളെ വിവാഹം കഴിക്കണം. മദ്യപിക്കാത്ത, സ്വഭാവ ദൂഷ്യങ്ങളില്ലാത്ത, തിന്മകളില്ലാത്ത, ദീനിന് പ്രാധാന്യം നൽകുന്ന, 5 നേരം നമസ്കരിക്കുന്ന ആളുകളെയാണ് ഇണയായി നാം തെരഞ്ഞെടുക്കേണ്ടത്. അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ. ദീനിന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഒരാള് ദീനിന് പ്രാധാന്യം നൽകിയെങ്കിൽ ആ ബന്ധം അധിക കാലം അവർക്ക് തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. തുൻകിഹുൽ മർഅതി ലിഅർബഇൻ, ഒരു സ്ത്രീയെ വിവാഹം ചെയ്യപ്പെടുന്നത് 4 കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലിമാലിഹ, ഒന്ന് അവളുടെ സമ്പത്തിന്റെ കാരണത, സമ്പത്ത് നോക്കിയിട്ട്. അതേപോലെ തന്നെ വലി ഹസബിഹ, അവളുടെ തറവാട് നോക്കിയിട്ട്. വലി ജമാലിഹ, അവളുടെ സൗന്ദര്യം നോക്കിയിട്ട്. വലി ദീനിഹ, അവളുടെ മതം, അവളുടെ ദീന് നോക്കിയിട്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഹദീസിന്റെ അവസാനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്, ഫൾഫർ ബിദാത്തിദ് ദീൻ, നിങ്ങൾ ദീനിന് പ്രാധാന്യം നൽകണം. അങ്ങനെ പറഞ്ഞാൽ ദീനുള്ള കുട്ടികളെ, ദീനുള്ള ഇണയെ നമ്മൾ തെരഞ്ഞെടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. നമ്മൾ ദീന് കൊണ്ട് ജീവിച്ചാൽ, ആ രൂപത്തിൽ നമ്മുടെ ഇണയെ നാം സെലക്ട് ചെയ്താൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബർക്കത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ദീനിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. മാത്രവുമല്ല, ഇന്ന് പ്രായം എന്ന് പറഞ്ഞാൽ വിവാഹത്തിൽ ഒരു പ്രശ്നമേ അല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ 25ാമത്തെ വയസ്സിലാണ് 40 വയസ്സുള്ള ഖദീജ ബീവിയെ വിവാഹം കഴിക്കുന്നത്. അതേപോലെ തന്നെ പെൺകുട്ടികളെ അവരുടെ വിവാഹ പ്രായമെത്തിയാൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണ് എങ്കിൽ അവളുടെ സമ്മതം വേണമെന്നാണ്. പെൺകുട്ടിയുടെ സമ്മതം ചോദിക്കാതെ അവളുടെ വിവാഹം നടത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഒരു പുരുഷൻ അവന്റെ ജീവിതത്തിലേക്ക് മഹർ നൽകിക്കൊണ്ടാണ് ഒരു ഇണയെ കൊണ്ടുവരേണ്ടത്. മഹർ എന്തു വേണം എന്ന് സ്ത്രീക്ക് നിശ്ചയിക്കാം. പുരുഷനെ പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ ഒരു സ്ത്രീക്ക് എന്ത് മഹർ വേണം എന്ന് സ്ത്രീകളുടെ അവകാശമാണ് മഹർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു ചരിത്രമുണ്ട്. മഹാനായ ആമിർ റളിയല്ലാഹു അൻഹു,
അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പറയുകയാണ്, പ്രവാചകരെ, എനിക്ക് ഇന്ന പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവരുടെ വീട്ടുകാർക്ക് ആ പെൺകുട്ടിയെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരാൻ സമ്മതമാണ്. അതുകൊണ്ട് ആ വിവാഹം എനിക്ക് നടത്തി തരണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആമിർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലും ഒന്ന് മഹറായി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. മഹാനായ ആമിർ റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, പ്രവാചകരെ, മഹറായി നൽകാൻ, ഒരു പെൺകുട്ടിക്ക് മഹറായി നൽകാൻ എന്റെ കയ്യിൽ, എന്റെ വീട്ടിൽ ഒന്നുമില്ല. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്തെങ്കിലും നിന്റെ വീട്ടിലേക്ക് നീ പോകുക, ഒരു ചെമ്പിന്റെ മോതിരമെങ്കിലും മഹറായി ആ പെൺകുട്ടിക്ക് നൽകാൻ നിന്റെ വീട്ടിലുണ്ടോ എന്ന് നീ പരിശോധിക്കുക. സങ്കടത്തോടെ വീണ്ടും മഹാനായ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകരെ, എന്റെ വീട്ടിൽ ഞാൻ ഒരുപാട് അന്വേഷിച്ചു, മഹറായി നൽകാൻ സാധിക്കുന്ന ഒന്നുപോലും എന്റെ വീട്ടിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, നിനക്ക് അറിയുന്ന 10 സൂറത്തുകൾ, 10 ആയത്തുകൾ നീ നിന്റെ ഇണക്ക് പഠിപ്പിച്ചു കൊടുക്കുക, നിന്റെ മഹർ അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ എന്തെങ്കിലും ഒന്ന് മഹറായി നൽകിക്കൊണ്ടാണ് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടാൽ, പരസ്പരം സമ്മതമായാൽ അവർക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കണം. നിക്കാഹ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ രക്ഷിതാവ് വരന് പെൺകുട്ടിയെ 2 സാക്ഷികൾ മുഖേന ഏൽപ്പിച്ചു കൊടുക്കുന്ന, ഹലാലാക്കി കൊടുക്കുന്നതിനെയാണ് നിക്കാഹ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ചില കുടുംബങ്ങളിൽ നിന്ന് ചില പെൺകുട്ടികളൊക്കെ ഒളിച്ചോടി പോകും. എന്നിട്ട് അവർ രജിസ്റ്റർ വിവാഹം നടത്തും. വലിയില്ലാതെ ഒരു നിക്കാഹ് ഹലാലാവുകയില്ല. വലിയാണ് ഒരു സ്ത്രീയെ പുരുഷന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്, എങ്കിൽ മാത്രമേ ആ വിവാഹം സാധുവാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. വലിയില്ലാത്ത വിവാഹം അത് ശരിയാവുകയില്ല. ഇന്ന് പല കുട്ടികളും ഒളിച്ചോടി പോകും. എന്നിട്ട് രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ അവർ വിവാഹം കഴിച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാമിൽ വലി എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, പെൺകുട്ടിയുടെ രക്ഷിതാവ്, അതട്ടെ ആങ്ങളയാകാം, ഉപ്പയാകാം. ആ പെൺകുട്ടിയുമായി ഇവർ മരണപ്പെട്ടവരാണ് എങ്കിൽ ആ പെൺകുട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധു, അതാണ് വലി. ആ വലി ഒരു പുരുഷന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ആ വിവാഹം സാധുവാവുകയുള്ളൂ എന്ന്. ഇന്നും ചില നാടുകളിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇന്നും ചില പത്രമാധ്യമങ്ങളൊക്കെ നമ്മളിങ്ങനെ പരിശോധിച്ചാൽ ചോദിക്കും, സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ, രക്ഷിതാക്കൾ ആക്ഷേപിച്ചതിന്റെ പേരിൽ തൂങ്ങി മരിച്ചു. ഇന്നും നമ്മൾ അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. പരിശുദ്ധ ഇസ്ലാം സ്ത്രീധനം എന്നുള്ളത്, ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്ന സമയത്ത് എനിക്ക് പണമായി, അല്ലെങ്കിൽ വീടായി, ആഭരണമായി, വാഹനമായി ഇന്നത് വേണം എന്നൊരാൾ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ വിവാഹം ചെയ്താൽ, സ്ത്രീധനം വാങ്ങിയാൽ അത് ഹറാമാണ് എന്ന്. പണ്ടത്തെ ആളുകളൊക്കെ ചെറിയ സംഖ്യകൾ വാങ്ങിച്ചുകൊണ്ട് വിവാഹം ചെയ്തവരുണ്ട് എങ്കിൽ നിർബന്ധമായും ഇന്ന് തന്നെ അത് തിരിച്ചു കൊടുക്കും. അത് ഹറാമാണെന്ന്. സ്ത്രീയെ അവൾക്ക് മഹർ നൽകിക്കൊണ്ട് ഇണയായി സ്വീകരിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. സ്ത്രീധനമായിക്കൊണ്ട് 1 രൂപ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അത് ഹറാമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. സ്ത്രീധനത്തിന്റെ പേരിൽ ഇന്നും വേദനിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ, പെൺകുട്ടികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വീട്ടിൽ, പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു വീട്ടിൽ 4-5 ആൺകുട്ടികൾ ഉണ്ടാവും. ആ വീട്ടിലേക്ക് പെൺകുട്ടികൾ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന പെൺകുട്ടികളെ സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ പ്രയാസപ്പെടുത്തിയ ഒരുപാട് മാതാപിതാക്കളെ ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് മഹർ നൽകി, ഒരു പുരുഷൻ സ്ത്രീക്ക് മഹർ നൽകിക്കൊണ്ടാണ് അവളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഇനി നിക്കാഹ് നടന്നാൽ അത് പരസ്യപ്പെടുത്തുന്നതിനു വേണ്ടി ആളുകൾക്ക് വലീമ നൽകണമെന്നാണ്. വലീമ നൽകുക എന്നുള്ളത്
ഏറ്റവും വലിയ സുന്നത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യമായി നമുക്ക് കാണുവാൻ സാധിക്കും. പല ആളുകളും നമ്മളോടൊക്കെ പറയാറുണ്ട്, മൗലവി ഇന്ന ആളുടെ വിവാഹത്തിൽ ഭയങ്കര ധൂർത്തായിരുന്നു, ഒരുപാട് ഭക്ഷണം വേസ്റ്റ് ആയി പോയി, എന്താ നിങ്ങൾ അത് ഖുത്ബയിൽ പറയാത്തത്? ഒരു മുസ്ലിം എന്ന നിലക്ക് വലീമ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിശുക്ക് കാണിക്കാൻ പാടില്ല, ആൾക്കാർക്ക് ഒന്നും കൊടുക്കാതിരിക്കുക. അതേപോലെ തന്നെ അമിതമായ ധൂർത്ത്, ഭക്ഷണം കൊണ്ട് നമ്മളൊക്കെ പറയും ആറാട്ടായിരുന്നു എന്ന് പറയും. അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാകാതെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള മധ്യമമായ നിലപാട് സ്വീകരിക്കുന്ന, അങ്ങനെയാണ് വലീമ കൊടുക്കേണ്ടത്. ആളുകൾക്ക് പരാതിയില്ലാത്ത രൂപത്തിൽ, പിശുക്ക് കാണിക്കാത്ത രൂപത്തിൽ, അതിൽ ധൂർത്തില്ലാത്ത രൂപത്തിൽ എല്ലാവരെയും പരിഗണിച്ച് തന്റെ കുടുംബക്കാരെയും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ വലീമയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർക്ക് സദ്യ കൊടുക്കുന്ന രൂപമാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ രൂപത്തിൽ നമ്മുടെ വലീമകൾ നമ്മുടെ പെൺകുട്ടികളുടെ, നമ്മുടെ ആൺകുട്ടികളുടെ വലീമകളാകണമെന്ന്. നമ്മുടെ വീട്ടിലേക്ക് ഇണയായി വരുന്ന ഒരു പെൺകുട്ടിയെ ഏറ്റവും നല്ല രൂപത്തിൽ പരിപാലിക്കാൻ നമുക്ക് സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും പറഞ്ഞ ഒരു കാര്യമാണ് ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമവരായിട്ടുള്ള ആളുകൾ തന്റെ ഇണയോട്, ഭാര്യയോട് ഏറ്റവും നല്ല രൂപത്തിൽ മോശമായ സംസാരം അവളോട് നടത്താൻ പാടില്ല, ചീത്തയായ വാക്കുകൾ തന്റെ ഭാര്യയോട് പറയാൻ പാടില്ല. ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ ഭാര്യയെ പരിപാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഭാര്യ എന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടിൽ 18 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം അവൾ അവളുടെ മാതാപിതാക്കളുടെ കൂടെയായിരുന്നു. പിന്നീട് നമ്മുടെ നിക്കാഹ് നടന്നതിലൂടെ നമ്മുടെ വീട്ടിലേക്ക് അവൾ കടന്നു വരികയാണ്. ആ വീട്ടിലെ ഒന്നും അവൾക്ക് പരിചിതമല്ല. ആ ഒരു സന്ദർഭത്തിൽ അവൾക്ക് അവളെ പരിപാലിച്ചുകൊണ്ട് അവളുടെ കൂടെ നിൽക്കുക എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ചില ഹദീസുകൾ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു ആരാധനയാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് സ്വർഗം ലഭിക്കാൻ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമ്മുടെ വിവാഹം. ആ വിവാഹത്തിലൂടെ ഒരുപാട് ഹറാമുകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയും, അതാണ് ഞാൻ പറഞ്ഞത്, വിവാഹം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു ആരാധനയാണ് എന്ന്. ചില വീടുകളിൽ പെൺകുട്ടികൾ, വിവാഹം കഴിഞ്ഞു വന്ന പെൺകുട്ടികളോട് ആഭരണം കുറഞ്ഞതിന്റെ പേരിൽ അവരെ പ്രയാസപ്പെടുത്തുന്ന രക്ഷിതാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും നമ്മുടെ വീടുകളിൽ അത്തരത്തിലുള്ള ഒരു സംസാരം പോലും ഉണ്ടാകാൻ പാടില്ല. ഇന്നും ചില വീടുകളിൽ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന പെൺകുട്ടികളോട് നമ്മുടെ നാടുകളിൽ പറയാ അമ്മായിമ്മ പോരുന്ന, അത് നടത്തുന്ന ആളുകളുണ്ട്. ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് നമ്മെ വിശ്വസിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു പെൺകുട്ടി അവൾ വേദനിച്ചാൽ ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുകയില്ല. ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന ഒരു പെൺകുട്ടിയെ എന്തിന്റെ പേരിലും പ്രയാസപ്പെടുത്താൻ പാടില്ല. ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ മകളെ പോലെ അവളെ പരിപാലിക്കാൻ നമുക്ക് സാധിക്കണം. തിരിച്ചും അങ്ങനെ തന്നെ നമ്മുടെ ഭർത്താവിന്റെ ഉമ്മയെ, ഉപ്പയെ, സ്വന്തം മാതാപിതാക്കളെ പോലെ അവരെ പരിപാലിക്കാൻ, പരിചരിക്കാൻ പെൺകുട്ടികൾക്ക് സാധിക്കണം. ഭർത്താക്കന്മാരായ ആളുകൾ പ്രയാസപ്പെടും. ഒരു വീട്ടിലേക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയാൽ ഉമ്മ ഇവളുടെ പരാതി പറയും, ഭാര്യയാകട്ടെ ഉമ്മയുടെ പരാതി പറയുകയാണ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ പ്രയാസപ്പെടുത്തുന്ന ഭർത്താവ് എന്നൊരു വ്യക്തിയുണ്ട്. ആ തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഒരാളെയും പ്രയാസപ്പെടുത്തുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവദിക്കുന്നില്ല. മാത്രമല്ല, വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരാചാരങ്ങൾ, അത് പറയാതെ ഈ ഒരു ഖുതുബ സമാപിക്കുകയില്ല, ഈ ഒരു ഖുതുബ പരിപൂർണമാവുകയില്ല. ഇന്നും കല്യാണങ്ങളിൽ ഒരുപാട് ദുരാചാരങ്ങൾ. ഇന്ന് ഒരു പെൺകുട്ടിയും അതേപോലെ തന്നെ ഒരു പുരുഷനും പരസ്പരം ഇഷ്ടപ്പെട്ടാൽ ആദ്യം നടക്കുന്ന ഒരു ചടങ്ങാണ് വളയിടൽ ചടങ്ങ്. പുരുഷന്മാരായ ആളുകളോട് വിവാഹം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി കഴിയട്ടെ, പൈസ ആയിട്ടില്ല എന്നാ പറയാം.
ആ വളയിടൽ എന്ന ഒരു ചടങ്ങിനു വേണ്ടി മഹർ വേറെ കൊടുക്കണം. ഇതിനുള്ള ആഭരണം ആ കുട്ടി, ആ വിവാഹം കഴിക്കുന്ന യുവാവ് വേറെ കണ്ടെത്തുകയാണ്. എന്നിട്ട് അതിനൊരാഘോഷം, ആ ആഘോഷത്തിന് പറയുന്ന പേരാണ് മുട്ടായി കൊടുക്കൽ എന്നാണ് പറയുന്നത്. നമ്മുടെ നാടുകളിൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ വിവാഹത്തിന് മുമ്പ് ഒരുപാട് പെൺകുട്ടികൾ ഒരു ഗോപുരത്തിന് സമാനമായി ഒരുപാട് മുട്ടായികൾ ഇങ്ങനെ ഒട്ടിച്ച് അതിങ്ങനെ വരിയിൽ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കും. ആ മുട്ടായിയുടെ എണ്ണം കുറഞ്ഞതിന്റെ പേരിൽ പ്രയാസപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സംഖ്യകൾക്ക് കടം വാങ്ങി വിവാഹം നടത്തുന്ന യുവാക്കളുണ്ട്. പിന്നെ മറ്റൊരു ചടങ്ങാണ്, ഈ വിവാഹം ഉണ്ടായാൽ ഒരാഴ്ച വിവാഹം. ഒന്ന് സേവ് ദ ഡേറ്റ്, പിന്നെ ബ്രൈഡ് ടു ബി, നമ്മുടെ വീടുകളിൽ നടക്കുന്ന കാര്യം, പിന്നെ ഗ്രൂം ടു ബി, അതേപോലെ തന്നെ ഹൽദി, അറബി കല്യാണം, അതേപോലെ തന്നെ മൈലാഞ്ചി കല്യാണം. ഒരാഴ്ച നമ്മുടെ വീട്ടിൽ നടക്കുന്നത് കല്യാണമാണ്. അതിന്റെ പേരിൽ ആഭാസങ്ങൾ നടക്കും. എന്നിട്ട് കല്യാണത്തിന്റെ അന്ന് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മൗലവിയാകട്ടെ ആരുടെ വീട്ടിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗത്തിന് വേണ്ടിയുള്ളതാണ്. ആ വിവാഹത്തിന്റെ അന്ന് നമ്മുടെ വീടുകളിൽ ആണും പെണ്ണും പാട്ടിട്ട് ഡാൻസ് കളിക്കുന്ന, കൂടിക്കലരുന്ന അവസ്ഥകളാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നത്. വളരെ സിമ്പിളായിട്ട് ഇസ്ലാമികപരമായി നല്ല രൂപത്തിൽ ആളുകൾക്ക് വലീമ കൊടുത്തുകൊണ്ട് വിവാഹം നടത്താൻ നമുക്ക് സാധിക്കും. ഇന്നൊരു വിവാഹം കഴിക്കണമെങ്കിൽ ഒരു പെൺകുട്ടി പറയണ്ട, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ഐഫോൺ കിട്ടിയിട്ടില്ല. നമ്മുടെ പെൺകുട്ടികളുടെ പരാതിയാണ്. ഒരു ഐഫോണ് ഒരു യുവാവ് ആ പെൺകുട്ടിക്ക് വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഏകദേശം 1 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷത്തിലധികം രൂപ വേണം. എന്നിട്ട് ഐഫോൺ വാങ്ങിക്കൊടുക്കണം. ഒരു യുവാവിന് വിവാഹം കഴിക്കണമെങ്കിൽ വളരെ സിമ്പിളായി നല്ല രൂപത്തിൽ നടത്തേണ്ട ഒരു വിവാഹം നമ്മുടെ നാടുകളിൽ നടക്കണമെങ്കിൽ 7-8 ലക്ഷം രൂപ വേണം. അതില്ലാതെ ഒരു വിവാഹത്തിന് മുന്നിട്ടിറങ്ങാൻ ഒരു യുവാക്കൾക്കും സാധിക്കും. നല്ല പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. പൈസ ഉള്ള ആളുകൾക്ക് ഇതൊരു വിഷയമല്ല. ആ രൂപത്തിൽ നമ്മുടെ വിവാഹങ്ങൾ അതൊരു ദുരാചാരമായി നമ്മുടെ നാടുകളിൽ മാറാൻ പാടില്ല. വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ചില നാടുകളിൽ ഒരു കുട്ടിക്ക്, ഒരു യുവാവിന്, ഒരു പെൺകുട്ടിക്ക് വിവാഹ ആലോചന നടന്നാൽ അത് മുടക്കുന്ന ആളുകളുണ്ട്. അതും കൂടി പറയണത്. നല്ല പെൺകുട്ടിയായിരിക്കും, അതേപോലെ തന്നെ നല്ല യുവാവായിരിക്കും. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, യുവാക്കളെ, പെൺകുട്ടികളെ നമ്മൾ ഇസ്ലാമികപരമായി ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ 5 നേരം നിസ്കാരം ഉണ്ടാകും. ഒരു ലഹരിയുമായി ബന്ധപ്പെടാൻ എന്റെ ശരീരത്തെ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞ എടുക്കാൻ നമുക്ക് സാധിക്കും. എന്റെ ജീവിതത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു തിന്മ പോലും ഉണ്ടാവുകയില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു വിവാഹം മുടങ്ങുകയില്ല. നല്ലൊരു കുട്ടിയെ പറ്റി, നല്ലൊരു യുവാവിനെ പറ്റി അവൻ മോശമാണ് എന്ന രൂപത്തിൽ സംസാരിച്ചുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് ഒരു വിവാഹം പോലും മുടങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കണം, നന്മയിൽ ജീവിക്കണം എന്ന് യുവാക്കളോട് നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുന്നു. കല്യാണത്തിന് വേണ്ടിയല്ല, അത് നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ജോലികളിലെ, കച്ചവടങ്ങളിലെ അതൊരു ബർക്കത്താണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിക്കേണ്ട നിസ്കാരം, 5 നേരത്തെ നിസ്കാരം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് അവനൊരു പ്രകാശമാണ്. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു ഏത് പ്രയാസത്തിന്റെ ഘട്ടത്തിലും, പരീക്ഷണത്തിന്റെ ഘട്ടത്തിലും അള്ളാഹു നമ്മെ സഹായിക്കും. അതിലൊരു ബർക്കത്ത് നമുക്കുണ്ടാകും. ആ രൂപത്തിൽ ജീവിക്കാൻ, വിവാഹങ്ങളെ ആഭാസങ്ങളാക്കാതെ നല്ല രൂപത്തിൽ ഇസ്ലാമികപരമായ വിവാഹങ്ങൾ, വലീമകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്.
ഇന്ന് നമ്മുടെ രാജ്യം 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യം, ഫ്രീഡം, നിർഭയത്വം എന്നുള്ളത് ഏതൊരു മുസ്ലിമിന്റെയും അഭിലാഷവും അള്ളാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹവുമാണ്. ഇന്നും ഒരുപാട് ആളുകളെ തന്റെ സ്വന്തം രാജ്യത്ത് പേടിയില്ലാതെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ ഫലസ്തീനിലെ ജനത പിറന്ന നാടിനു വേണ്ടി ഇന്നും അവർ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും പേടിയില്ലാതെ ജീവിക്കാനും ജോലി, കച്ചവടങ്ങളെല്ലാം ചെയ്യാൻ നമുക്കിവിടെ അവകാശങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്കൊക്കെ അറിയുന്നത്. ജനിച്ച മക്ക എന്ന ഒരു പ്രദേശം പ്രവാചകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാടായിരുന്നു മക്ക എന്നുള്ളത്. അവിടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ, എന്തിനേറെ ഭക്ഷണം വരെ ലഭിക്കാതെ വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ ഒരു മണ്ണ് തേടി പ്രബോധനത്തിനു വേണ്ടി മദീനയിലേക്ക് ഹിജറ പോവുകയുണ്ടായി. ഞാൻ ചുരുക്കി പറഞ്ഞത്, സ്വന്തം രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ നല്ല രൂപത്തിൽ ഒരു പ്രശ്നവും ഒരു ഫിത്നയും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അത് അള്ളാഹു എന്നെന്നും നിലനിർത്തി നമുക്ക് നൽകട്ടെ. ഫലസ്തീനിലെ ഒരു വിഭാഗം ആളുകളെ പറ്റി പറയുകയാണ് എങ്കിൽ, അവരുടെ രാജ്യത്തിനു വേണ്ടി, ആ ഒരു പ്രദേശത്തിനു വേണ്ടി അവർ ഇന്നും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഈ അടുത്ത പത്രമാധ്യമങ്ങളിലൂടെ, ഒരുപാട് വീഡിയോകളിലൂടെ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ആളുകൾക്ക് മുമ്പിൽ യാചിക്കുന്ന, ഭക്ഷണം ലഭിക്കുമ്പോൾ അതിന് ആർത്തിയോടെ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ കടിക്കുന്ന ഫലസ്തീനിലെ ഒരുപാട് ജനതയുടെ ഫോട്ടോകൾ, വീഡിയോകൾ നമ്മൾ കാണുകയുണ്ടായി. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ എന്നുള്ളത്. ഒരുപാട് മുസ്ലിങ്ങളായ ആളുകൾ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന പ്രദേശമാണ്, രാജ്യമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ അവർക്ക് രാജ്യമുണ്ട്, പക്ഷേ കൃത്യമായി ജോലി ചെയ്താൽ അവർക്ക് വളരെ തുച്ഛമായ സംഖ്യയാണ് വേതനമായി കൊണ്ട് ലഭിക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഒരു ദിവസം നല്ല രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി, സമ്പത്തിനു വേണ്ടി യാചിക്കുന്ന, മറ്റൊരു രാജ്യത്തിന്റെ ഐഡന്റിറ്റി കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരുപാട് രാജ്യക്കാരെ ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപാട് രാജ്യത്തിന്റെ അതിർത്തികളിൽ വലിയ വലിയ മതിലുകൾ, അന്യപ്രദേശത്തുള്ള, അന്യരാജ്യത്തുള്ള ആളുകൾ കുടിയേറ്റക്കാരായി തന്റെ രാജ്യത്തേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വലിയ മതിലുകൾ കെട്ടിക്കൊണ്ട് വിഭജിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് വളരെ വലിയ സൗഭാഗ്യം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അതിനെ നന്നായി ഉപയോഗപ്പെടുത്താൻ, അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ, കുഴപ്പങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി പടച്ച റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോരുമ്പോൾ മക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്: അള്ളാഹുവിന്റെ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ജനിച്ച നാടാണ് മക്ക നീ എന്നുള്ളത്. പക്ഷേ അവിടെയുള്ള ആളുകൾ എന്നെ പ്രയാസപ്പെടുത്തി, അവിടെ എനിക്ക് ജീവിക്കാൻ അവസരം ലഭിച്ചില്ല, അതുകൊണ്ട് നിന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ആ അവസ്ഥ നമുക്കില്ലാതിരിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കാം.
ഇന്നും ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ഫലസ്തീനിലൊക്കെ ഒരു ഭക്ഷണത്തിന്റെ കണ്ടെയ്നറുകൾ വരുന്നത്. ഒരുപാട് രാജ്യക്കാരോട് ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകണം എന്നവർ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മളൊക്കെ ഒരു പ്രയാസമില്ലാതെ 3 നേരവും 4 നേരവും സുഭിക്ഷമായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഭക്ഷിച്ച് സന്തോഷത്തോടെ ഈ രാജ്യത്ത് ഉറങ്ങാൻ നമുക്ക് സാധിക്കുന്നത്. അത് എന്നെന്നും നിലനിർത്തി തരാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ഒരു ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഈ ആഴ്ച രോഗികൾ, പ്രയാസപ്പെടുന്ന രോഗികൾക്ക് വേണ്ടി, അതേപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് വേണ്ടി IMB നടത്തുന്ന സേവനങ്ങളെ പറ്റി കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആ IMBയുടെ ഒരു കളക്ഷൻ ഡേ ആണ് ഇന്ന്. കഴിയുന്ന ആളുകൾ അതുമായി നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു സംഖ്യ IMBക്ക് നൽകി അവരുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാവിധ സൽക്രമങ്ങളെയും അള്ളാഹു പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ രാജ്യത്ത് പേടിയില്ലാതെ നിർഭയത്വത്തോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി എന്നെന്നും ജീവിക്കാൻ തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഫലസ്തീനിലെ പ്രയാസപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് അള്ളാഹുവെ നീ കരുത്തു പകരണേ, അവരുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണമെന്നാഥാ. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا